ഏറ്റവും പ്രധാനം ലാവ്ലിനായിരുന്നു. 374 കോടി രൂപയുടെ തട്ടിപ്പ് ആരോപിക്കപ്പെട്ട സ്വന്തം ലാവ്ലിൻ പദ്ധതി. പിന്നെ ഒരു പദ്ധതി മകൾക്ക് വേണ്ടിയുള്ള എക്സാലോജിക് ആയിരുന്നു. ഒരു നാടിനെ മൊത്തം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സുന്ദരമായ പദ്ധതി. പിന്നെ മരുമകനെ മന്ത്രിയാക്കിയത് മകൾക്ക് വേണ്ടിയുള്ള വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. സ്തുതിപാഠകരെ ഉണ്ടാക്കിയെടുത്തു എന്നതും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പിണറായിയുടെ. എതിരാളികളെ മുഴുവൻ ഒതുക്കി തീർത്തതും പിണറായിയുടെ മോശമല്ലാത്ത ഒരു പദ്ധതിയായിരുന്നു. ചോദ്യം ചെയ്ത് ശീലമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കടുക്ക വെള്ളം കൊടുത്ത് വന്ധ്യംകരണം നടത്തിയതും പിണറായിയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. പിണറായി കല്ലിട്ട കേരളിന്റെ കുറ്റി പോലും കണ്ടെത്താൻ സഹാക്കന്മാർക്ക് കഴിയുന്നില്ല. വയനാട് തുരങ്കപാതയുടെ ഫ്ലക്സ് ഉദ്ഘാടനം ചെയ്തിട്ട് 9 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ? അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നിങ്ങളുടേതല്ല, അതാണ് എന്ന് എത്ര വട്ടം നിങ്ങൾ പറഞ്ഞാലും അപ്പോഴൊക്കെ നിങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും.